അങ്ങനെ കല്യാണി തൊടുത്തു വിട്ട അമ്പിൻ്റെ അറ്റത്ത് പിടിച്ച് നമ്മുടെ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ എല്ലാവരെയും നന്നായിട്ട് ട്രോളിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. കാരണം ഓരോ ദിവസവും ഓരോ ക്രീം കൊണ്ടുവരും, ഇതെല്ലാം പ്രമോഷൻ ചെയ്യും, നല്ല കാശ് എണ്ണി പോക്കറ്റിൽ വെക്കുകയും ചെയ്യും. എന്നാൽ ഇവർ ഇതൊക്കെയാണോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പലരും അല്ല എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കുറേ ന്യൂസുകളും കുറേ സംഭവങ്ങളും ആയപ്പോൾ തന്നെ കള്ളി വെളിച്ചത്ത് വന്നതുപോലെ എല്ലാവരും നന്നായിട്ട് ഗ്ലൂട്ടാതയോണും അതിൻ്റെ കോസ്മെറ്റിക് ക്ലിനിക്സിൽ പോയിട്ട് നല്ല കാശ് കൂടിയ ട്രീറ്റ്മെൻറ്റ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക്കൽ പ്രൊഡക്ട്സും. കുറേ വിലയുള്ളത് ചെയ്യുന്നവരുണ്ട്, വില കുറഞ്ഞത് ചെയ്യുന്നവരുണ്ട്. ഇത്ര വിലയുള്ളൂ, 200 രൂപയ്ക്കകത്തേ വിലയുള്ളൂ. അപ്പോൾ സാധാരണക്കാരോ ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർക്ക് അവർക്ക് മുഖം കറുത്തിരിക്കുന്നു, കരുവാളിച്ചിരിക്കുന്നു, കുരു വരുന്നു എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര കോംപ്ലക്സ് ഉള്ളൊരു പ്രായമാണ്. അവരെന്തോ ചെയ്യും, ചേച്ചി പറഞ്ഞതല്ലേ അപ്പോൾ പോയിട്ട് 200 രൂപയല്ലേ ഉള്ളൂ, ഏതെങ്കിലുമൊക്കെ ക്രീം വാങ്ങിക്കും, പെരട്ടും. അപ്പോൾ ഇവരുടെ ഇതൊന്നും മാറുന്നില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ ഡബിൾ ആവുകയും ചെയ്യും. പക്ഷേ പിന്നെ ഇതിനെടുക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്കിൻ ഡോക്ടേഴ്സിനെ തിരക്കി നടക്കണം താനും. അപ്പോൾ ഇവർ മുടക്കുന്ന പോലുള്ള കാശ് മുടക്കാനും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അപ്പോൾ എന്ത് പറ്റും, അവർ നല്ല നല്ല ക്ലിനിക്കിൽ പോയി അവരുടെ സ്കിന്നിന് ഗ്ലൂട്ടാത്തയണൊക്കെ ഇടുന്നത് നല്ല തിളങ്ങി വെട്ടിത്തിളങ്ങിയല്ലേ ഇരിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കൂടുതൽ വ്ളോഗേഴ്സിനും ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ സ്കിന്ന് പളവളാ തിളങ്ങിയിരിക്കുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ പളവള, നമ്മൾ വെളുത്തവരെയും കറുത്തവരെയും ബ്രൈറ്റ് ആയവരെയും ബ്രൈറ്റ് അല്ലാത്തവരെയും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ആർക്കെങ്കിലും ഇങ്ങനെ പളവള തിളങ്ങുന്ന കണ്ണാടി പോലെ തിളങ്ങുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? മേക്കപ്പ് ഇട്ട് തിളങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ അപർണ തോമസിൻ്റെ മേക്കപ്പ് ഇട്ടിട്ട് റിവ്യൂ ചെയ്യുന്നതും അതും വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കല്യാണി തൊടുത്തു വെച്ചെങ്കിലും അതെല്ലാവർക്കും നിരത്തി പിടിച്ചിട്ട് പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കുറച്ച് സമയം അടുത്ത ന്യൂസ് കിട്ടുമ്പോൾ ഇത് വീണ്ടും അടിയിൽ പോവും. ഇതിന് മുമ്പും കല്യാണി ഒരു പ്രൊഡക്ട്സിൻ്റെ ഇതൊക്കെ ഇത് വെച്ചിട്ട് ഒന്ന് ഇതിൽ വന്നതായിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായിട്ടും അതൊക്കെ കെട്ടടഞ്ഞു പോയി. വീണ്ടും പുള്ളിക്കാരി ഇതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് അടുത്തായിട്ട് എനിക്കൊന്ന് സ്കിന്നിനൊക്കെ പണി കിട്ടിയപ്പോഴാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ തടി കുറയുന്നതും മെലിയുന്നതും അല്ലെങ്കിൽ അവർ കളർ വെക്കാൻ അവർ കാശ് മുടക്കുന്നതൊക്കെ അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ലോക്കൽ ക്രീംസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ആളുകളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുക. കല്യാണി പറയുന്നുണ്ടായിരുന്നല്ലോ MBBS എന്നൊക്കെ പറഞ്ഞാൽ സില്ലിയായിട്ട് വളരെ സിമ്പിൾ, നമ്മൾ കാശ് കൊടുത്ത് എന്തോ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചതുപോലെ. പക്ഷേ ഇപ്പം ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനൊക്കെ എന്ത് ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനുമാണ് ഇങ്ങനെ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ അവർ നിർബന്ധിക്കുന്നില്ല എന്ന് പല വീഡിയോയിലും പലരും പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിക്കുന്നില്ലല്ലോ. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സും അവരെ കണ്ട് പലരും ഇൻഫ്ലുവൻസ് ആവില്ലേ? പിള്ളേരാണ് ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത്. ഒരുവിധം പ്രായം ആയവർക്കൊക്കെ മനസ്സിലാവും ഇതുകൊണ്ടൊന്നും അല്ല നമ്മൾ വെളുക്കുന്നതൊന്നും. ഇതൊന്നും ദേശം വെളുക്കാനും കളർ മാറാനും ബ്രൈറ്റ് ആവാനും ഒന്നും പാട് പോകാനും ഒന്നും പോകുന്നില്ലെന്ന്. അപ്പോൾ ഒരു പാട് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ തന്നെ അവർ 8 ലക്ഷം മുടക്കി 9 ലക്ഷം മുടക്കി എന്നൊക്കെ പറയുന്നു. സത്യമാണോ എന്നതിനെപ്പറ്റി അറിയത്തില്ല. വലിയ സംഖ്യ മുടക്കി അത് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും സംഖ്യ മുടക്കിയാണ് അവരൊക്കെ നന്നായിട്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക, കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇവരൊക്കെ നല്ലോണം നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് പിള്ളേരെ, നിങ്ങളിത് കണ്ടിട്ട് ഇവർ പറയുന്ന ക്രീമും പ്രോഡക്റ്റും ഒന്നും വാങ്ങിച്ച തേച്ചാൽ ഇവരെ പോലെ ഒന്നും വളവളാ തിളങ്ങോ മെല്ലിയോ ഒന്നുമില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരാളുണ്ട് കേട്ടോ, സൗഭാഗ്യ വെങ്കടേഷ്. പുള്ളിക്കാരി കറക്റ്റായിട്ട് പറയുന്നുണ്ട് പുള്ളിയുടെ വീഡിയോയിൽ. പുള്ളി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് വെയിറ്റ് ലോസിന്, ഗ്ലൂട്ടാതയോൺ എടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇവരെ പോലൊക്കെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അത്രയും ഭയങ്കര റീച്ചില്ല. അത് എൻ്റെ ഒരു സംശയമായിരുന്നു കേട്ടോ. അവരുടെ ഒരു കമൻറ്റ് ബോക്സിലും അതേ സംശയം ഒരാൾ ചോദിച്ചപ്പോൾ അതിൻ്റെ അടി അവരെ സബ്സ്ക്രൈബറായ ഒരാളാണ് ആയിരിക്കും വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവർ ജെന്യൂനാണ്, അതുകൊണ്ടാണ് അവർക്ക് നമ്മുടെ വ്യൂസും ഇത് ഇത്ര കുറവെന്ന്. ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കുന്നില്ല. സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി പുള്ളിക്കാരിയുടെ ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ബ്യൂട്ടി വ്ളോഗർ. പുള്ളിക്കാരി ഇപ്പോഴും നല്ല ജെന്യൂനായിട്ടാണ് നിൽക്കുന്നത്. പുള്ളിക്കാരി ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം കൊണ്ട് ആർക്കൊക്കെ ചേരും, ഏതൊക്കെ ടൈപ്പാണ്, ഏതൊക്കെ സ്കിന്നിൻ്റെ ടൈപ്പുകളും അതൊക്കെ നല്ല വിശദമായിട്ടിരുന്ന് പറയുന്ന ആൾക്ക്. അവർ അതിൽ എന്തൊക്കെയോ കോഴ്സുകളും പഠിച്ചിട്ടുണ്ട്. ഒന്നിനെ പറ്റി ഒന്നും അറിയില്ലാതെ കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് മാത്രം ഇങ്ങനെ പ്രൊമോഷൻ ചെയ്ത ആളുകളെ പറ്റിക്കരുത്.